Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. അങ്കമാലി ശബരി റെയിൽവേ പാത യാഥാർത്ഥ്യമാകും. ജൂലൈയിൽ സ്ഥലമേറ്റെടുപ്പ് നടത്തും. കേന്ദ്ര വിദഗ്ധ സംഘം ഇതിനായി ഉടൻ കേരളത്തിലെത്തും. കേന്ദ്ര റെയിൽവേ മന്ത്രിയുമായി മുഖ്യമന്ത്രി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം ഉണ്ടായതെന്നും മന്ത്രി വി അബ്ദുൾ റഹ്മാൻ അറിയിച്ചു. കേരളത്തിലെ റെയിൽവേയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി റെയിൽവേ വകുപ്പ് മന്ത്രിയായി ചർച്ച ചെയ്തത്. അതിൽ അങ്കമാലി ശബരി റെയിൽപാത യാഥാർത്ഥ്യമാക്കാനുള്ള തീരുമാനമായിട്ടുണ്ട്. അടുത്ത ദിവസം തന്നെ കേന്ദ്ര വിദഗ്ധ സംഘം കേരളത്തിലെത്തിയും അവിടെ യോഗം ചേർന്നുകൊണ്ട് ഔദ്യോഗികമായി അതിൻ്റെ പ്രവൃത്തി ആരംഭിക്കാൻ, ഭൂമി ഏറ്റെടുക്കൽ ആരംഭിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. കേരളത്തിലെ പ്രത്യേകിച്ച് പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലെ ചേർത്ത് പോകുന്ന ഈ റെയിൽ കുറേ വർഷങ്ങളായി കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ച് ശബരിയുമായി ബന്ധപ്പെട്ടുള്ള തീർത്ഥാടകർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കാൻ പോകുന്ന ഒരു റെയിൽ കൂടിയാണ്. അത് യാഥാർത്ഥ്യമാക്കാനുള്ള തീരുമാനം ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുക. ജൂലൈയിൽ തന്നെ അതിൻ്റെ പ്രവൃത്തി ആരംഭിക്കാനാണ് ഇപ്പോൾ തത്വത്തിൽ തീരുമാനമായിട്ടുള്ളത്. അത് വേഗത്തിലാക്കാൻ സർക്കാർ നല്ല രീതിയിൽ തന്നെ അതിന് മുന്നോട്ട്. കേരളവുമായി അല്ല, നമ്മളിന്ന് ബാക്കി മറ്റു കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അങ്കമാലി ശബരി റെയിൽപാതയാണ്. നിങ്ങൾക്കറിയാലോ, നൂറുകണക്കിന് കുടുംബങ്ങളാണ് അവിടെ വഴിയാധാരമായിട്ടുള്ളത് സ്ഥലം ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നതിലപ്പുറം അതോടൊപ്പം തന്നെ ശബരിമലയിലേക്കുള്ള തീർത്ഥാടകരുടെ, നിങ്ങൾക്കറിയാം, റോഡ് കൺജസ്റ്റഡ് ആണ്, വാഹനങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ തന്നെ അറിയാം. അത് ഏറ്റവും പെട്ടെന്ന് തന്നെ അത് പൂർത്തീകരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഗവൺമെൻറ് ലക്ഷ്യം വെക്കുന്നത്. അത് ആ രീതിയിൽ തന്നെ നടക്കും. അങ്കമാലി മുതൽ എരുമേലി വരെ 110 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാതയ്ക്ക് 1997-98 കാലത്തെ റെയിൽവേ ബജറ്റിലാണ് അനുമതി നൽകിയത്. അങ്കമാലി മുതൽ കാലടി വരെ 8 കിലോമീറ്ററിൽ സ്ഥലമേറ്റെടുപ്പ് പൂർത്തിയായി. കാലടിയിൽ റെയിൽവേ സ്റ്റേഷനും പെരിയാറിനു കുറുകെ പാലവും നിർമ്മിച്ചതല്ലാതെ പദ്ധതി മുന്നോട്ടു പോയിരുന്നില്ല. ദീർഘകാലമായി കേരളത്തിലെ ജനങ്ങൾ കാത്തിരുന്ന അങ്കമാലി ശബരിമല റെയിൽപാത ഉടൻ യാഥാർത്ഥ്യമാകുമെന്ന് സംസ്ഥാന റെയിൽവേ കായിക മന്ത്രി വി അബ്ദുൾ റഹ്മാൻ. ഭൂമി ഏറ്റെടുക്കൽ നടപടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായി റെയിൽവേയുടെ വിദഗ്ധ സംഘം ജൂലൈയിൽ കേരളത്തിലെത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ മന്ത്രി വി അബ്ദുൾ റഹ്മാൻ, ഡൽഹിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി KV തോമസ് എന്നിവർ അടങ്ങിയ ചർച്ചയിലാണ് ഇക്കാര്യം തീരുമാനമായത്. സ്ഥലം ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് വഴിയാധാരമായ നൂറുകണക്കിന് കുടുംബങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഇതോടെ പരിഹാരമാകും. എത്രയും പെട്ടെന്ന് റെയിൽപാത പൂർത്തീകരിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്ന അങ്കമാലി ശബരിമല റെയിൽപാതയ്ക്കാണ് ഇപ്പോൾ സർക്കാർ മുന്തിയ പരിഗണന നൽകുന്നത്. രണ്ടാമതായി റെയിൽവേയുടെ 3ഉം 4ഉം പാതകൾ നിർമ്മിക്കാനാണ് മുൻഗണന കൊടുക്കുന്നത്. അതിനായുള്ള കാര്യങ്ങൾ വേഗത്തിലാക്കാനും കേന്ദ്ര റെയിൽവേ മന്ത്രിയോട് മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. ജനം ഏറെ ആഗ്രഹിച്ച ഒരു പദ്ധതി നടപ്പിലാക്കാനാവുന്നതിൽ കേരള സർക്കാരിനും അഭിമാനമുണ്ടെന്നും മന്ത്രി വി അബ്ദുൾ റഹ്മാൻ പറഞ്ഞു. നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രയോറിറ്റി ഉള്ളത് അങ്കമാലി റെയിൽവേ ലൈനാണല്ലോ. എത്ര വർഷമായി ഓരോ ദിവസങ്ങളിലും അവിടെയുള്ള കർഷകരും വീട്ടുകാരൊക്കെ തന്നെ അവരുടെ ഭൂമിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളായിട്ട് വരികയാണ്. അവരുടെ പ്രശ്നം എന്നുള്ളത് നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല. അല്ല, നിലവിൽ ഒന്നാം ഘട്ടം ആദ്യത്തെ ഇതിൽ നമ്മൾ പ്രധാനമായും ഡിസ്കസ് ചെയ്ത് അങ്കമാലി റെയിൽവേ പാതയുമായി ബന്ധപ്പെട്ടാണ്. പിന്നെ ആ കാര്യം ഇപ്പോൾ നമ്മൾ തീരുമാനിച്ചു. രണ്ടാമത് 3ഉം 4ഉം പാതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ റെയിൽവേ വളരെ വേഗത്തിൽ തന്നെ നടപടികൾ എടുക്കുന്നുണ്ട്. 3ഉം 4ഉം പാതകൾ നിർമ്മിക്കുക എന്നുള്ളത് റെയിൽവേയുടെ ആവശ്യമാണ്. അപ്പോൾ അതുമായുള്ള നടപടികൾ വേഗത്തിലാക്കാൻ റെയിൽവേ തീരുമാനിച്ചതായി ബഹുമാനപ്പെട്ട മന്ത്രി അറിയിച്ചിട്ടുണ്ട്. അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം റെയിൽവേയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്ന് 3ഉം 4ഉം ലൈനുകൾ നിർമ്മിക്കുക എന്നുള്ളതാണ്. ആ കാര്യത്തിൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അത് വേഗത്തിലാക്കുമെന്ന് ബഹുമാനപ്പെട്ട റെയിൽവേ വകുപ്പ് മന്ത്രി ഇന്ന് അറിയിച്ചിട്ടുണ്ട്. അതാണല്ലോ രണ്ടാമത്തെ ഒരു പ്രശ്നം എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അങ്കമാലി റെയിലാണ്. ഇതിന് മറ്റു തടസ്സങ്ങളൊന്നുമില്ല. ഒരു കാര്യം കൂടെ ക്ലാരിറ്റി വെക്കുന്നത്, നമ്മൾ സിൽവർ ലൈന് പകരം എന്ന് പറയപ്പെടുന്ന സെമി സ്പീഡ് റെയിൽ പാത, ആ പദ്ധതി ഏതെങ്കിലും തരത്തിൽ ഇന്ന് ചർച്ചയായിട്ടുണ്ടോ? നമുക്ക് ആ കാര്യങ്ങളൊന്നും ഇപ്പോൾ ഔദ്യോഗികമായി ചർച്ച അതിൽ വന്നിട്ടില്ലല്ലോ. നമ്മൾ അതെല്ലാം ഞാൻ സൂചിപ്പിച്ചു. നോക്കൂ, നോർമലി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൊടുത്ത മെമ്മോറാണ്ടത്തിൽ കൃത്യമായി തന്നെ ആ കാര്യങ്ങളുണ്ട്. കേരളത്തിലെ മറ്റു റെയിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ഇനി മെട്രോ ശ്രീധരൻ സാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കും.
അത് ഞാൻ നോക്കൂ, അതൊരു ചർച്ചയിലേക്ക് കടന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്കമാലി റെയിൽ ശബരി പാത യാഥാർത്ഥ്യമാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ പ്രധാനമായിട്ടുള്ള കാര്യം. അതിലേക്ക് നമ്മൾ കടന്നിട്ടുണ്ട്. നോക്കൂ, അതുകൊണ്ടാണ് ഈ ജൂലൈയിൽ തന്നെ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ തുടങ്ങാനാണ് തീരുമാനിച്ചത്. അതിലപ്പുറം എങ്ങനെ സ്പീഡാക്കാം? അപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണല്ലോ, അതിന് മുമ്പ് തന്നെ റെയിൽവേയുമായുള്ള ഉദ്യോഗസ്ഥല ഒരു മീറ്റിംഗ് കേരളത്തിൽ ചേരും. അവരെത്തും, അവരോട് സംസാരിക്കും. ആ മീറ്റിംഗ് കഴിഞ്ഞ ഉടൻ തന്നെ നമുക്ക് ഇത് തുടങ്ങാൻ പറ്റും. ഒരു സംശയം വേണ്ട, യാഥാർത്ഥ്യമാകുമ്പോൾ വളരെ സന്തോഷമുണ്ട്. കാരണം നാട്ടിലെ ഇത്രയധികം ആഗ്രഹിക്കുന്ന ഒരു പദ്ധതി നടപ്പിലാക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഗവൺമെൻറ്റിനുണ്ട്. റെയിൽവേയിലും അത് തന്നെയാണ് പങ്കുവച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട റെയിൽവേ വകുപ്പ് മന്ത്രി വളരെ ആവശ്യമുള്ള റെയിലാണ്. പക്ഷേ അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സന്ദർശനത്തിൽ മുഖ്യമന്ത്രിയോട് പറയാമെന്നാണ് ആഗ്രഹിച്ച്, അതുപോലെ തന്നെ അദ്ദേഹം അത് മുഖ്യമന്ത്രി അറിയിച്ചു. അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് 100-ൽ പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം സിവ ഇന്നർ വേൾഡ്, സിവിആർ ട്രേഡ് സെന്റർ, ബിഹൈൻഡ് ചുങ്കത് ജ്വല്ലറി, അങ്കമാലി.